ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് സോഡിയം കുറഞ്ഞാൽ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരാൾക്ക് സോഡിയം കുറഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളും അതിനുള്ള കാരണങ്ങളുമാണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും അദ്ദേഹത്തെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, സോഡിയം കുറഞ്ഞിട്ട് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ സോഡിയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ് ബാലൻസിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സോഡിയം. നമ്മുടെ ഉപ്പ് അത് ബ്ലഡിൽ വളരെയധികം കുറഞ്ഞാലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് മുഖ്യമായിട്ടും കാരണങ്ങൾ നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ ലെവല് കുറഞ്ഞു പോകും. അതുപോലെ തന്നെ ചില മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോഡിയത്തിൻ്റെ ലെവല് കുറഞ്ഞു പോകും. പിന്നെ കിഡ്നി പ്രോബ്ലംസ് സോഡിയത്തിൻ്റെ ലെവല് ശരീരത്തിൽ കുറയ്ക്കാൻ കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഛർദ്ദിച്ചിട്ടോ അല്ലെങ്കിൽ വയറ്റിന്നോ പോയി കഴിഞ്ഞാൽ സോഡിയം ലെവല് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു പോകും. പിന്നെയുള്ളത് ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഹോർമോണിൽ വരുന്ന ചില അസുഖം കാരണം ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങൾ ബാലൻസ് തെറ്റുന്ന കാരണത്താൽ നമ്മുടെ ശരീരത്തിലുള്ള സോഡിയത്തിൻ്റെ ലെവല് കുറഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ചില ലക്ഷണങ്ങൾ എങ്ങനെയാണ്, സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത്. വൊമിറ്റിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹെഡേക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ കൺഫ്യൂഷൻസ്. ഒരാളുടെ ചിലപ്പോൾ സ്വന്തം മക്കളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ പോലും ഇതിൻ്റെ പേരെന്താണ്, നീ ആരാണ് എന്നൊക്കെ ചോദിച്ചു എന്ന് വരും ഇത്തരത്തിലുള്ള ആൾക്കാർ. അപ്പോൾ ഇവർ ആരാണെന്ന് പോലും മനസ്സിലാവാത്ത ഒരു അവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ സീഷർ, ഇതുപോലെ തന്നെ ഭ്രാന്തമായിട്ട് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ തന്നെ പെട്ടെന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സംശയിക്കാവുന്നതാണ് ഇദ്ദേഹത്തിന് സോഡിയത്തിൻ്റെ കുറവ് ആയിരിക്കാം ഇതിൻ്റെ കാരണം. അതുപോലെ തന്നെ ശരീരം വീക്കാവും, ക്ഷീണം തോന്നും, പിന്നെയുള്ളത് മസിൽ പെയിൻസ് ഉണ്ടാവും. അതൊക്കെ ആണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ശരിയായ കാരണങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലെ സോഡിയത്തിൻ്റെ ലെവൽ കുറഞ്ഞു പോയത് എന്ന് ആദ്യം മനസ്സിലാക്കിയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ പടി. എന്നിട്ട് വേണം ഇതിൻ്റെ ഫ്ലൂയിഡ് ഇൻടേക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ മരുന്ന് കഴിച്ചത് കൊണ്ടാണോ ഈ കുറഞ്ഞു പോയതെങ്കിൽ ആ മരുന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും കാരണങ്ങളാണെങ്കിൽ ആ കാരണത്തെ ചികിത്സിക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ബൈ.